നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേദനയുണ്ടോ ദേവമ്മേ? ഇല്ല മോനെ, സാരമില്ല. ദേവമ്മയ്ക്ക് ഒന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു വല്യമ്മ? കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഓർത്തോയും ഫിസിഷ്യനും നോക്കി 2 ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആരെങ്കിലും അറിയോ? എന്താ പറ്റിയേ? ജയറാമ, എന്താ പറ്റിയേ? ഞങ്ങൾ ആ ശാസ്ത്രി റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി എൻ്റെ നേരെ പാഞ്ഞു വന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവളും മുമ്പിൽ ചാടി. മോളെ, പിള്ളേർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ കൈമളേട്ടാ. ചുറ്റും ശത്രുക്കളാണല്ലോ. ഇത് ശത്രുക്കളുടെ ഉപദ്രവമാണോ എന്ന് വ്യക്തമായി നമുക്കറിയില്ലല്ലോ രാജലക്ഷ്മി. ഞാനപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പരിക്ക് സാരമുള്ളതല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മരുന്നുകളും തന്നിട്ടുണ്ട്. ഞാൻ കാരണമാണല്ലോ എന്റെ അമ്മയ്ക്ക് ഗതി വന്നത്. ഞാൻ അമ്മയും അച്ഛനെയും കൂടി പുറത്തേക്ക് വിടണ്ടായിരുന്നു. മോളെ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അമ്മയ്ക്ക് ഒന്നുമില്ല മോളെ. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. ദേവിക്ക് ചാരിക്കിടക്കണം തോന്നുന്നുണ്ടോ? അല്ല, അതായിരിക്കും സൗകര്യം. ഒരു പേഷ്യൻ്റ് ആണെന്ന് ആർക്കും തോന്നുകയില്ല. എഴുന്നേക്ക്, മെല്ലെ ചാരിക്ക. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കൊള്ളാം. കിട്ടുപോയ പ്രണയത്തെയും അത് പതുക്കെ പതുക്കെ ആളിക്കത്താൻ ഈ അവസരം ഉപയോഗിക്കാം. അച്ഛാ, അവിടെ കുഞ്ഞുണരാറായി. ഇപ്പൊ കരച്ചിൽ തുടങ്ങും. ഈ കഞ്ഞൊന്നും അമ്മയ്ക്ക് കൊടുക്കാവോ? അതെന്ത് ചോദ്യം മോളെ, ഞാൻ കൊടുക്കാം. ഇങ്ങോട്ടോ. ആ, അതെ, അമ്മയുടെ വലത് കൈക്ക് ഇപ്പൊ സ്വാധീനമില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുക്കണം. അതെല്ലാം എനിക്കറിയാം. എന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ദേവിയെ നോക്കാൻ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? ഇവളും മനഃപൂർവ്വം. എനിക്കതറിയാം. എന്നാ അച്ഛൻ കഞ്ഞി കൊടുക്ക്, ഞാനിപ്പോ വരാവേ. ദേവി അങ്ങനെ ഇരുന്നാ മതി, ഞാൻ കഞ്ഞി കോരിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട ചേട്ടാ. ഞാൻ ചാരി ഇരുന്ന് പതുക്കെ ഇടത് കൈകൊണ്ട് സ്പൂൺ കൊണ്ട് കഞ്ഞി കോരി കുടിച്ചോളാം. അതൊന്നും പറ്റില്ല. അത് ശരിയാവില്ല. ദേവി അവിടെ കിടന്നു, ഞാൻ കോരി തന്നോളാം. ചേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടോ? എനിക്കോ? എനിക്കിതിൽ പല സന്തോഷം വേറെയില്ല. കുടിക്ക്. ഇതൊക്കെ ദേവി എന്നെ സ്നേഹിച്ചതിനും എന്നെ പരിചരിച്ചതിനും എല്ലാത്തിനും ഉപരി എന്നെ സഹിച്ചതിനും പകരാവോ? എങ്ങനെയെങ്കിലും ഞാനൊരു പ്രായശ്ചിത്തം ചെയ്തോട്ടെ ദേവി. കിട്ടിയ വേഷം ഭംഗിയായിട്ട് അഭിനയിക്കാൻ കഴിയാതെ പോയ ആളുകളാ ഞാനും ദേവിയും. നാട്യം അറിയില്ല, പേര് മാത്രമേ അറിയൂ. എന്താ അങ്ങോട്ട് നോക്ക്. ഇത് വെറും സൗഹൃദമായിട്ട് മാത്രം കരുതിയാൽ മതി. മറ്റർത്ഥങ്ങളൊന്നും ഇതിലില്ല. അയ്യോ, നോക്ക് കൈമളേട്ടാ.
പോയ കാലങ്ങളൊന്നും തിരിച്ചു വരില്ല. കരഞ്ഞു തീർത്തതിന് പകരമായി വരം തരാൻ ഞാൻ മുനിയോ ദൈവമോ ഒന്നുമല്ല. മതി മതി. ഒരു വെളിപ്പാട് അകലെയെങ്കിലും ദേവിയുടെ കൂടെ ഞാൻ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം മാത്രം, അത് മതി. ആ ഷോർട്ട് ഫിലിമിന്റെ പേര് മാറ്റി ഒരു വെളിപ്പാടല്ലേ? മതി ചേട്ടാ മതി. മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇതാ കഴിക്ക്. ആ ആ ഇതാ ദേവി. ദൈവമേ, ഞാൻ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. വേദനയുണ്ടോ ദൈവമേ? ഇല്ല മോനെ, സാരല്ല. ദേവമ്മയ്ക്ക് ഒന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു വല്യമ്മ? കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഓർത്തോയും ഫിസിഷ്യനും നോക്കി 2 ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആരെങ്കിലും അറിയോ? അല്ല, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിട്ടാ. അത് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യായിരുന്നു. ഇതാ മോനെ സംഭവിച്ചത്. ഇത് പക്ക കൊട്ടേഷൻ തന്നെയാ. ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചായിരുന്നോ? അതൊന്നും നോക്കാൻ പറ്റില്ല മോനെ. ഓർക്കാപ്പുറത്തുള്ള ആക്രമണമല്ലേ? കാര്യങ്ങൾ കൈവിട്ടു പോവോ? ഇവിടെ നിന്റെ ചീട്ട് കീറോ? ഈശ്വരാ, ഇതിന്റെ പിന്നിൽ ഒന്നുകില്ല ഇന്ദ്രജാമായി, അല്ലെങ്കിൽ ആ കൊള്ള ഫ്രോഡ് വൈശാഖ. ഈശ്വരാ, ഈ കോൺസ്പിറസിയുടെ ഉറവിടം ഞാൻ കണ്ടെത്തും. അല്ല, വല്യമ്മാവനും ദേവമ്മയും കൂടി പുറത്തു പോയപ്പോ ആ ന്യൂസ് എങ്ങനെ ഈ ശത്രുക്കൾക്ക് കിട്ടി? അപ്പോ ഇവിടെ അവരുടെ ഒരു സ്പൈ ഉണ്ടായിരിക്കുമല്ലോ. അയ്യോ, ചതിച്ചല്ലോ ദൈവമേ. ഇതിനകത്ത് നിന്ന് ആരോ നമുക്കെതിരെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ കണ്ടെത്തണം. ഈശ്വരാ, ഞാൻ പെട്ടെന്നാ തോന്നുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.